ക്ലബിന്റെ ഓൾഡ് ഗ്ലോറിയിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ അഭിരമിച്ച് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നു, വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, അൺനെസറി കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു റിയാലിറ്റിയിലല്ല നിൽക്കുന്നതെന്ന് തോന്നുന്ന ആ രീതിയിലുള്ള ഒരുപാട് പ്ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. പല ക്ലബുകളിലും ഉണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ടീമിന് വേണ്ടി ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നിർണായകമായുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകുക എന്നുള്ളതാണ് ഒരു പുതിയ താരത്തിന്റെ അല്ലെങ്കിൽ റീസെന്റായി വന്ന ഒരു താരത്തിന്റെ ഏറ്റവും വലിയൊരു ദൗത്യം. നമുക്ക് ഡിലീറ്റിന്റെ ഭാഗത്ത് നിന്ന് അത് കാണാൻ സാധിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി. പിന്നെ അതുകൂടാതെ മസറോയി ആണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെയാണ് ആ ഒരു മനുഷ്യൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒനാനയ്ക്കും ഇതൊക്കെ ബാധകമാണ്. പക്ഷെ ഒനാന വെറുതെ അൺനെസറി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കുന്നു. ആ ഒരു വിഷയം നമുക്കറിയാമല്ലോ. ഇപ്പം ലിയോണിന്റെ മാറ്റിച്ചുമായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം, മാറ്റിച്ചിനെ ഒനാനയേക്കാൾ കൂടുതൽ യുണൈറ്റഡിന് അറിയാം. അതല്ലെങ്കിൽ ഒനാന മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്തായാലും ഒനാനയ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഡയലോഗ് അടിയൊന്നും കളിക്കളത്തിൽ അദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കളിക്കളത്തിലില്ല എന്നുള്ളത് എവിഡന്റ് ആയുള്ള ഒരു കാര്യമാണ്. ഇപ്പം 9ാമത്തെ എററാണ് ഗോളിലേക്ക് കലാശിക്കുന്നത്. അതായത് ഒരു താരത്തെ സംബന്ധിച്ച്, ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ച് ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 9 എറർ വരുത്തി അത് ഗോളിലേക്ക് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായുള്ളൊരു സിറ്റുവേഷൻ തന്നെ. പ്രീമിയർ ലീഗിൽ ഈ ഒരു ട്രാക്ക് റെക്കോർഡുള്ള മറ്റൊരു ഗോൾ കീപ്പർ ഇല്ലെന്ന് തോന്നുന്നില്ല ഇവർ. കാരണം അത്രയ്ക്കും ദയനീയമായ പെർഫോമൻസ് തന്നെയാണ് ആന്ദ്രെ ഒനാനയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പൊ ലിയോണിനെതിരെയുള്ള മത്സരത്തിൽ ശരിക്കും യുണൈറ്റഡ് ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. ആദ്യം ഒനാനയുടെ മിസ്റ്റേക്കിൽ ഒരു ഗോൾ വരുന്നു, അത് കഴിഞ്ഞ് തിരിച്ചടിക്കുന്നു ലെനിയോറോ, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ കളി ഡൊമിനേറ്റ് ചെയ്ത് വീണ്ടും ഒരു വിജയതൃഷ്ണയോടെ യുണൈറ്റഡ് പ്ലെയേഴ്സ് പെർഫോം ചെയ്യുന്നു. 88ാം മിനിറ്റിൽ സിക്സ് ഗോൾ നേടുന്നു, 2-1 നിർണായക ലീഡ് നേടുന്നു ഫസ്റ്റ് ലെഗ് ക്വാർട്ടറിൽ. ഇപ്പൊ സ്വാഭാവികമായിട്ട് യുണൈറ്റഡ് വിജയിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. അപ്പൊ അതിനുശേഷം അവസാനം 95ാം മിനിറ്റ് സ്റ്റോപ്പേജ് ടൈമിന്റെ അവസാനം വളരെ ഒരു ചീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഗോൾ കീപ്പർ വരുത്തേണ്ട ഒരു മിസ്റ്റേക്ക് അല്ല ഒനാന വരുത്തിയത്. അങ്ങനെ ഗോൾ വഴങ്ങുന്നു, 2-2 മത്സരം അവസാനിക്കുന്നു. എന്തായാലും യുണൈറ്റഡ് അർഹിച്ചിരുന്ന ഒരു ജയമാണ് ഒനാന ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ എത്ര മിസ്റ്റേക്കുകൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഒനാനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പലതും ചിലതൊന്നും ഗോളായി മാറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒനാനയുടെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് യുണൈറ്റഡ് ഗോൾ കീപ്പറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് 10-ലെങ്കിലും യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ വരേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത്. ഒന്നാമത് അദ്ദേഹം നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും കാണിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ടെക്നിക്കൊക്കെ ഒരു പൂറായിട്ടാണ് തോന്നുന്നത്. കാരണം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറുടെ ടെക്നിക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ജഡ്ജ്മെന്റിൽ എറേഴ്സ് ഉണ്ടാകുന്നു, അതുകൂടാതെ ആന്റിസിപ്പേഷനൊക്കെ റോങ് ആയിട്ട് മാറുന്നു. പിന്നെ ടൈമിങ്ങിനും പലപ്പോഴും പ്രോബ്ലം കാണാനുണ്ട്. ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് ഗോള്, അതായത് ആ ഫ്രീ കിക്കിൽ നിന്ന് അൽമാദ അത് സ്കോർ ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ബൗൺസിങ് ഫ്രീ കിക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊന്ന് ജഡ്ജ് ചെയ്യാൻ ഒനാനയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം വെറുതെ അങ്ങ് സ്ലൈഡ് ചെയ്ത അവസാനം അത് ഗോളായി മാറുന്നു. പിന്നെ രണ്ടാമത്തേതാണെങ്കിൽ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിൽക്കുന്ന പ്ലെയറിലേക്കാണ് ആ പന്ത് ഒനാന തട്ടി അകറ്റിയത്. സ്വാഭാവികമായിട്ടും അത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെറുക്കിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ശരിക്കും ഒരു ഡേഞ്ചറസ് അല്ലാത്തൊരു മേഖലയിലേക്ക് ക്ലിയർ ചെയ്യേണ്ടതെന്ന് പകരം നേരെ അതായത് തൊട്ട മുമ്പിൽ, അതായത് എതിർതാരത്തിന്റെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു അല്ലെങ്കിൽ കാലിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ഇത്തരം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലെ സച്ചിൻ സുരേഷ് ഒക്കെ വരുത്തുന്ന രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഒനാനയെ പോലത്തെ ഒരു വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർ എന്ന വിശേഷണമുള്ള ഒരു ഗോൾ കീപ്പർ വരുത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ദഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇനിയും ഈ ഒനാനയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, പ്രത്യേകിച്ച് അടുത്ത സീസണിൽ അതൊരു വലിയ ദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുണൈറ്റഡിന് നല്ലൊരു ഗോൾ കീപ്പർ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്നുള്ളതല്ല, ബേസിക്കലി വേണ്ടത് നല്ല ഷോട്ടുകൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന, നല്ല ടൈമിംഗ് ഉള്ള, നല്ല റിഫ്ലക്സ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ് യുണൈറ്റഡിന് വേണ്ടത്. അതെന്തായാലും ഒനാനയുടെ ഭാഗത്തു നിന്നില്ല. അപ്പം ബൈന്ദറിന് ഇനിയിപ്പോൾ സീസണിൽ ബാക്കി കളിപ്പിക്കുന്നതായിരിക്കും ഇതിലും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം കിട്ടിയ അവസരങ്ങളിലൊക്കെ മോശമില്ലാത്ത പെർഫോമൻസ് ബൈന്ദറിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ആഴ്സണലിനെതിരെയുള്ള FA കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയും ഒനാനയൊന്നും വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ അടുത്ത സീസണിൽ പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അമോറിയും അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ടീമിന്റെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു പോസിറ്റിവിറ്റിയും നിലനിർത്തുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷെ അങ്ങനെയാണെങ്കിലും യുണൈറ്റഡ് ഒരു ഗോൾ കീപ്പർക്ക് വേണ്ടിയുള്ള സെർച്ച് തുടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ യുണൈറ്റഡിന് വേണ്ടത് നല്ലൊരു സ്ട്രൈക്കറാണ്, നല്ലൊരു ഗോൾ സ്കോറർ, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ലെഫ്റ്റ് വിങ് ബാക്ക് എന്നുള്ള രീതിയിലൊരു പ്ലെയറും ഏറ്റവും നിർബന്ധമായിട്ടും സൈൻ ചെയ്യേണ്ടതാണ്. അതുകൂടാതെ തന്നെ മിഡിലൊക്കെ പ്ലെയേഴ്സിന് ആവശ്യമാണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന 3 പൊസിഷൻ,
ഗോൾ കീപ്പർ, അതുകൂടാതെ ലെഫ്റ്റ് വിങ് ബാക്ക്, പിന്നെ ഒരു സ്ട്രൈക്കർ. ഇത് മൂന്നും ഇല്ലാതെ ഇനി എന്ത് സംഭവങ്ങൾ മാറ്റം വരുത്തിയാലും റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളത് എവിഡൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒനാനയുടെ ഈ ഒരു മിസ്റ്റേക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒനാന യുണൈറ്റഡിന് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ ടെൻഹാഗിന്റെ റിക്രൂട്ട്മെന്റ്സ്, അതായത് ടെൻഹാഗ് നേരിട്ട് മുൻകൈ എടുത്ത് കൊണ്ടുപോകുന്ന പല പ്ലെയേഴ്സിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ചില പ്ലെയേഴ്സൊക്കെ മറ്റ് ക്ലബ്ബുകളിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒനാന, എനിക്ക് തോന്നുന്നു ഒനാന ശരിക്കും യുണൈറ്റഡിന് പറ്റിയൊരു ഗോൾ കീപ്പറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, വ്യക്തിപരമായിട്ട് തോന്നുന്നത് അതാണ്. കാരണം പീറ്റർ ഷ്മൈക്കലിനെയും പിന്നെ അതുകൂടാതെ എഡ്വിൻ വാൻഡർസണിനെയൊക്കെ പോലെ ലെജൻഡറി ആയുള്ള ഗോൾ കീപ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു ക്ലബിലാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അതും ഇത്ര ഒരു മത്സരത്തിൽ തന്നെ 2 മിസ്റ്റേക്ക് ഒക്കെ വരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് നീതീകരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആൻഡ്രേ ഒനാനെ ഇനിയും യുണൈറ്റഡിൽ തുടരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് ഒനാനയെ ബാങ്ക് ചെയ്ത് യുണൈറ്റഡ് മുന്നോട്ട് പോകുമെന്നുള്ള അവസ്ഥ തന്നെയാണോ ഉള്ളത്? അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഒരു മികച്ച ഗോൾ കീപ്പർ വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.